കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTCയുടെ ലിമിറ്റഡ് ഷോ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആ ഭാഗത്തു നിന്നാണ് ബസ് വരുന്നത്. നേരിയൊരു ഇറക്കമാണ്. ആ ഭാഗത്തു നിന്ന് ബസ് ഇറങ്ങി വന്ന് ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്ത് എതിർദിശയിലെ പറമ്പിലേക്ക് പോയത്. നമുക്ക് ആ ബാരിക്കേഡിൽ വണ്ടി തട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അവിടെ നല്ല തോതിലുള്ള ഉരച്ചിൽ കാണാം. എങ്ങനെ തട്ടി? വാഹനം നിയന്ത്രണം വിട്ട് തട്ടിയതാണോ അതോ തട്ടിയതിന് ശേഷം നിയന്ത്രണം വിടുകയായിരുന്നോ എന്നുള്ളത് വ്യക്തമല്ല. ഇത് കണ്ടോ, ഈ ബാരിക്കേഡിൽ ഈ വാഹനം തട്ടിയതാണ് എന്ന് കരുതുന്നു. പക്ഷേ 100% പറയാനാവില്ല. ഈ വാഹനം തട്ടി ഉരഞ്ഞതാണ് എന്ന് കരുതുന്നു. ഇവിടെ തട്ടി ഉരഞ്ഞതിന് ശേഷം അല്പം കൂടി ഏതാണ്ട് ഒരു വണ്ടിപ്പാട് കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ ആ പറമ്പിലേക്ക് വാഹനം ചെരിഞ്ഞ് ഇറങ്ങുകയായിരുന്നു. ഡ്രൈവറിൽ നിന്ന് എന്തോ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ലെഫ്റ്റിൽ ഇടിച്ച വണ്ടി, ലെഫ്റ്റിൽ സൈഡ് വഴിയിൽ ഇടിച്ച വണ്ടി റൈറ്റിലേക്ക് ഊർന്നിറങ്ങുകയാണ് സംഭവിച്ചത്. അതാണ് ശരിക്കും ഓൾറെഡി നാട്ടുകാരും അവരും മൊഴിയിലും അത് തന്നെയാണ് പറഞ്ഞത്. ഇടുക്കി റോഡിൽ വന്ന നമ്മൾ കട്ടപ്പനയിൽ നിന്ന് വന്ന വണ്ടിയാണ്. അത് നേരെ എതിർവശയിലേക്ക് ആണ് ഊർന്നിറങ്ങിയത്. ഏതാണ്ടൊരു 20-25 അടി താഴ്ചയിലേക്കാണ് ബസ് ഇരുന്നത്. റോഡിൽ നിന്ന് മാറിയ ഉടൻ തന്നെ കൃത്യം വണ്ടി അങ്ങ് എടുത്തു വെച്ചതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം, മൂക്ക് കുത്തിയിരിക്കുന്നു. അങ്ങനെ ഇരുന്നത് കൊണ്ട് വളരെ വലിയൊരു അപകടം ഒഴിവായി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അവിടെ നല്ല ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് വർഷങ്ങളിലാണ് നമ്മൾ അവിടെ ആ റോഡ് 25 കോടി രൂപ മുടക്കി നവീകരിച്ച വഴിയാണ്. അവിടെ നല്ല BMBC നിലവാരത്തിലുള്ള ടാറിങ്ങും സൈഡിലുള്ള സംരക്ഷണ ഭിത്തികൾ, ക്രാഷ് ഗാർഡ് ഉൾപ്പെടെ അത്തരം ട്രാഫിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വർക്കിൽ പൂർത്തീകരിച്ചിരുന്നു. ബസ്സിൻ്റെ മുൻവശത്തെ ഗ്ലാസ് മുഴുവൻ പൊട്ടിത്തകർന്നിട്ടുണ്ട്. ഈ മുൻവശത്ത് ഇരിക്കുകയായിരുന്നു അതോ നിൽക്കുകയായിരുന്നോ എന്നുള്ള കാര്യം 100% വ്യക്തതയില്ല. എന്തായിരുന്നാലും ഇതിലൂടെ ഈ പെൺകുട്ടി മുൻവശത്തേക്ക് പെൺകുട്ടി വീണ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തേക്ക് ബസ് വന്ന് പതിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബസ്സിൻ്റെ പിൻഭാഗത്തെ ടയറുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുട്ട പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണോ ഈ അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. സാധാരണ ഫിറ്റ്നസ് ഉള്ളൊരു വാഹനത്തിൻ്റെ ടയറുകൾ ഇത്രയും മുട്ടയായിട്ട് ഇരിക്കാറില്ല, ഇരിക്കാൻ പാടില്ലാത്തതുമാണ്. പക്ഷേ ഈ ടയറുകളുടെ അശാസ്ത്രീയതയാണ്, അല്ലെങ്കിൽ ടയറുകളൊക്കെ ചേർന്നാണ് അപകടത്തിന് കാരണമായത് എന്നാണ് നാട്ടുകാരും മറ്റും ആരോപിക്കുന്നത്. ഒന്നും പ്രോപ്പർലി മെയിൻറ്റൈൻഡ് അല്ല. കാരണം 4 വീലും ഒരു ഡ്രൈവറും വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന പരിപാടിയാണ്. ഡ്രൈവറിനെ സേഫ്റ്റി ബെൽറ്റ് ഇടുന്ന ഒന്നും പരിപാടി ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. പിന്നെ വളരെ ഫാസ്റ്റായിട്ട് വണ്ടി ഓടിക്കുന്നത് 60-65 കിലോമീറ്റർ ഇതിൽ തന്നെ പോകുന്നത്. പിന്നെ ഈ റോഡിൽ ഇൻഡിക്കേറ്റേഴ്സും മറ്റു കാര്യങ്ങളൊന്നുമില്ല. റോഡിൽ ലൈറ്റ് അപ്സോ അങ്ങനെയുള്ള നമുക്ക് റിഫ്ലക്ടർ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകാൻ വഴിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും വളവിൽ റെയിലേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഉറങ്ങാൻ വഴിയില്ല, മെക്കാനിക്കൽ ഫെയിലിയറാണ് സാധ്യത കൂടുതൽ. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന മറ്റ് ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. പലരുടെയും ചുണ്ടിനും മൂക്കിനും പല്ലുകൾക്കുമൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത്. ക്യാമറാമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.